വെൽക്കം ബാക്ക് ടു എൻചാൻ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. നമ്മൾ ഇന്ന് LGS സിലബസിലെ ഡേ 6ലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പൊ ഡേ 5 വരെയുള്ള ടോപ്പിക് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡേ 6ൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പൊ നമുക്ക് നോക്കാം ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ ആസൂത്രണ കമ്മീഷൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആസൂത്രണത്തിനെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെ, പ്ലാനിങ്ങിനെ കുറിച്ച്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ്, അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. അപ്പൊ ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഇനി M വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധമായ ബുക്കാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. എന്താണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യക്ക് ഒരു വിശേഷണമുണ്ട്. ദ ബൈബിൾ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദ ബൈബിൾ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകമാണ്. അപ്പൊ M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ആ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം അറിയപ്പെടുന്നത് ബൈബിൾ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നാണ്. അപ്പൊ നമ്മൾ പറയും M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി M വിശ്വേശ്വരയ്യയെ നമുക്ക് എന്തൊക്കെ വിശേഷണങ്ങൾ പറയാം? M വിശേഷണങ്ങൾ ആദ്യം ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്ന് പറഞ്ഞു, അല്ലെ? അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്. അതുപോലെ ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. അതുപോലെ തന്നെ ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യയാണ്. ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യ. നമ്മൾ M വിശ്വേശ്വരയ്യയുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിശേഷണങ്ങൾ? ഒന്ന്, ഇന്ത്യൻ ആസൂത്രണ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. അടുത്തത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. അതുപോലെ തന്നെ ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇനി ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 15 M വിശ്വേശ്വരയ്യയുടെ ജന്മദിനം. സെപ്റ്റംബർ 15 ആ ദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15. അപ്പൊ നമ്മൾ 3 പോയിന്റ്സ് ഇവിടെ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന M വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന് മറ്റ് വിശേഷണങ്ങൾ എന്താണ്? ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ഈ ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്തത് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ആസൂത്രണ കമ്മീഷൻ എങ്ങനെ നിലവിൽ വന്നു. 1938 ദേശീയ ആസൂത്രണ സമിതി 1938 ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ടു. എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1938 കോൺഗ്രസിന്റെ ഹരിപുര സെഷനിലാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ 1938 ഒരു ആസൂത്രണ അതായത് ഒരു ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ സമിതി എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ദേശീയ ആസൂത്രണ സമിതി. 1938 ഹരിപുര INCയുടെ സെഷനിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സെഷനിൽ വെച്ച് എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയാണ് ആ ദേശീയ ആസൂത്രണ സമിതി എന്ന് അറിയപ്പെടുന്നത്. ഈ 1938 ഹരിപുര സെഷൻ INCയുടെ ഹരിപുര സെഷനിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1938 INCയുടെ ഹരിപുര സെഷനിലെ അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ആ കമ്മിറ്റി ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1938 ഹരിപുര INCയുടെ ഹരിപുര സമ്മേളനത്തിൽ വെച്ച്
എന്താണ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ ഹരിപുര സെഷനിലെ 1932 INC ഹരിപുര സെഷനിലെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസുമായിരുന്നു. ഇനി അതിനുശേഷം 1946 ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റ് വരുന്നു. ഈ ഇടക്കാല ഗവൺമെന്റ് വരുന്ന സമയത്ത് ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമിതിയെ രൂപീകരിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു സമിതിയെ രൂപീകരിക്കുന്നു. എന്താണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് അറിയപ്പെടുന്നത്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ആണ് 1946 ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഈ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച സമയത്ത് ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു സമിതിയെ രൂപീകരിക്കുന്നു. അതാണ് അഡ്വൈസറി പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ്, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ഇനി അതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ KC നിയോഗി ആയിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? KC നിയോഗി. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ് രൂപീകരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? ഇത്രയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന M വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 15 ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനമെന്ന് ആചരിക്കുന്നു. ഇനി ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ദേശീയ ആസൂത്രണ കമ്മീഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതിന് 1938 മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. 1938 INC ഹരിപുര സെഷനിൽ സമ്മേളനത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നു. ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവും 1938 ഹരിപുര INC സെഷനിലെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസുമാണ്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കാലഘട്ടത്തിന് ശേഷം 1946 ഇന്ത്യയുടെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ആ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്ന സമയത്ത് ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിക്കുന്നു. അതാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സമിതിയുടെ അധ്യക്ഷൻ, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. ഇപ്പൊ ഇടക്കാല ഗവൺമെന്റ് ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇടക്കാല ഗവൺമെന്റിന്റെ സമയത്ത് 1946 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് നിലവിൽ വരുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ KC നിയോഗി ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തു. നാഷണൽ പ്ലാനിംഗ് പിന്നീട് വന്ന എന്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സമിതിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വന്നു അല്ലെ, പ്ലാനിംഗ് കമ്മീഷൻ വന്നു. ആ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തൊരു കമ്മിറ്റി ഉണ്ട്. അതാണ് ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന സമിതിയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. മനസ്സിലായോ? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഓരോ പ്ലാനുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ദേശീയ വികസനത്തിന് വേണ്ടിയിട്ട് ഓരോ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികൾ എപ്രകാരമാണ്, ഏതൊക്കെയാണ് പദ്ധതികൾ, ആ പദ്ധതിയെ ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധിയൻ പ്ലാൻ. എന്താണ് ഗാന്ധിയൻ പ്ലാൻ? അപ്പൊ ഗാന്ധിയൻ പ്ലാൻ രൂപീകരിച്ചത് എന്നാണെന്ന് വെച്ചാൽ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ഇനി ആ ആവിഷ്കരിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ SN അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. അപ്പൊ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് 1944 ആരാണ്? SN അഗർവാൾ, നാരായൺ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ഇനി ഗാന്ധിയൻ പ്ലാൻ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാൻ രൂപീകരിച്ചത്. അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാൻ, ഗാന്ധിയൻ പദ്ധതി എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പദ്ധതിയാണ്. ഗാന്ധിയൻ പ്ലാൻ 1944 നിലവിൽ വന്ന ഗാന്ധിയൻ പ്ലാൻ 1944 ആവിഷ്കരിച്ചത്. SN അഗർവാൾ ആണ് അത് ആവിഷ്കരിച്ചത്. അത് ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഈ പ്ലാനിൽ പ്രധാനമായും കൃഷിക്കും കുടിൽ വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൃഷിക്കും കുടിൽ വ്യവസായം എന്നീ മേഖലകൾക്കാണ് ഗാന്ധിയൻ പ്ലാൻ ഊന്നൽ നൽകിയത്. കൃഷി, കുടിൽ വ്യവസായം. എന്താണ് ഗാന്ധിയൻ പ്ലാൻ? ഇത്രയേ ഉള്ളൂ. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ആവിഷ്കരിച്ച വ്യക്തി SN അഗർവാൾ.
ഗാന്ധിയൻ ആദർശങ്ങളെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൃഷി, കുടിൽ വ്യവസായം എന്നീ മേഖലകൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കാം. അതാണ് ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ നിലവിൽ വന്നത് 1944 തന്നെയാണ് ബോംബെ പ്ലാനും നിലവിൽ വന്നത്. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഈ വർഷവും അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ പഠിച്ച് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമതൊന്നും കൂടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 1944 ബോംബെ പ്ലാൻ നിലവിൽ വരുന്നത്. ഈ 1944 8 പ്രമുഖ വ്യവസായികൾ ചേർന്നാണ് ബോംബെ പ്ലാൻ ആവിഷ്കരിക്കുന്നത്. 8 പ്രമുഖ വ്യവസായികൾ ചേർന്നാണ് ബോംബെ പ്ലാൻ ആവിഷ്കരിക്കുന്നത്. അതിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ആദർദേശ് ദലാൽ, അതുപോലെ എന്താണ് ജോൺ മത്തായി. അതൊക്കെയാണ് ഒന്നും കൂടെ പറയാം. എന്താണ് JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ആദർദേശ് ദലാൽ, ജോൺ മത്തായി. ഇപ്പം JRD ടാറ്റ നമുക്കറിയാം, GD ബിർളയെ നമുക്കറിയാം, നമ്മൾ പേര് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം 1944 ഈ പറഞ്ഞ ബോംബെ പ്ലാൻ നിലവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആവിഷ്കരിച്ചത് 8 പ്രമുഖ വ്യവസായികൾ ചേർന്നാണ്. അവരാരൊക്കെയാണ് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ആരൊക്കെയാണ്? JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ആദർദേശ് ദലാൽ, അതുപോലെ തന്നെ ജോൺ മത്തായി. ആദർദേശ് ദലാൽ, ജോൺ മത്തായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വം, ഇത് നേതൃത്വം നൽകിയത്, ഈ പറയുന്ന ബോംബെ പ്ലാന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആദർദേശ് ദലാൽ. ആദർദേശ് ദലാൽ. ആദർദേശ് ദലാൽ. അപ്പൊ ബോംബെ പ്ലാന് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരാണ്? ആദർദേശ് ദലാൽ. അപ്പൊ 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ കൊണ്ടുവന്നത്, ആവിഷ്കരിച്ചത്. എന്നാൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരാണെന്ന് വെച്ചാൽ ആദർദേശ് ദലാലാണ്. ആദർദേശ് ദലാലും. ഇനി ഈ പറയുന്ന ബോംബെ പ്ലാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു മലയാളി ആരാണെന്ന് വെച്ചാൽ അത് ജോൺ മത്തായി ആണ്. ആരാണ്? ജോൺ മത്തായി. ഒരേ ഒരു മലയാളിയാണ് ബോംബെ പ്ലാൻ ഉണ്ടായിരുന്നത്, അതാണ് ജോൺ മത്തായി. ഇനി ജോൺ മത്തായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടക്കാല മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് വ്യാവസായിക മന്ത്രി ആരാണെന്ന് വെച്ചാൽ ഇത് ജോൺ മത്തായി ആണ്. ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ച സമയത്തെ വ്യാവസായിക മന്ത്രി ജോൺ മത്തായി ആണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി ആരാണെന്ന് വെച്ചാലും അത് ജോൺ മത്തായി ആണ്. അപ്പം 1944 ബോംബെ പ്ലാൻ നിലവിൽ വന്നത്. 8 പ്രമുഖ വ്യവസായികൾ ചേർന്നാണ് അത് ആവിഷ്കരിച്ചത്. ആ ബോംബെ പ്ലാനിലെ നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരെന്ന് വെച്ചാൽ ആദർദേശ് ദലാലാണ്. ആദർദേശ് ദലാൽ. ഇനി മലയാളി, അതിലൊരു മലയാളി ഉണ്ടായിരുന്നത് ജോൺ മത്തായി ആണ്. ഇനി മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ബോംബെ പ്ലാനിലും അതുപോലെ ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലും അംഗമായിരുന്ന ഒരാളുണ്ടായിരുന്നുള്ളൂ, അതാണ് പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്. ബോംബെ പ്ലാനിലും അതുപോലെ തന്നെ ഈ പറയുന്ന ആസൂത്രണ സമിതിയിലും ഒരുപോലെ അംഗമായിരുന്ന ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്. ബോംബെ പ്ലാനും അതുപോലെ ആസൂത്രണ സമിതിയിലും ഒരേപോലെ അംഗമായിരുന്ന വ്യക്തിയായിരുന്നു വെച്ചാൽ പുരുഷോത്തമ താക്കൂർ ദാസ് ആണ്. ഒരു ബോംബെ പ്ലാനിന്റെ ഔദ്യോഗിക നാമം എന്നറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് Indian economic development for India. A brief memorandum outlining a plan of economic development for India. A brief memorandum outlining a plan of economic development for India. A brief memorandum outlining a plan of economic development for India. അതാണ് ഈ പറഞ്ഞ ബോംബെ പ്ലാന്റെ ഔദ്യോഗിക നാമം. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ടത് 1944 8 പ്രമുഖ വ്യവസായികൾ ചേർന്നാണ് ബോംബെ പ്ലാൻ രൂപീകരിക്കുന്നത്. അതിൽ ഈ ബോംബെ പ്ലാന്റെ നേതൃത്വം കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ ആദർദേശ് ദലാലാണ്. ആ 8 പ്രമുഖ വ്യവസായികൾ പ്രധാനപ്പെട്ട ആളുകൾ JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, അതുപോലെ തന്നെ ആദർദേശ് ദലാൽ, ജോൺ മത്തായി മുതലായവരാണ്. അതിൽ ആദർദേശ് ദലാലാണ് അതിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇനി ഇതിൽ അംഗമായിരുന്ന ഒരേ ഒരു മലയാളി ജോൺ മത്തായി ആയിരുന്നു. അതുപോലെ തന്നെ ദേശീയ ആസൂത്രണ സമിതിയിലും അതുപോലെ തന്നെ ബോംബെ പ്ലാനിലും അംഗമായിരുന്നു. ദേശീയ ആസൂത്രണ സമിതിയിലും ബോംബെ പ്ലാനിലും അംഗമായിരുന്ന ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പുരുഷോത്തമ ദാസ് താക്കൂർ ദാസ് ആണ്. ബോംബെ പ്ലാനിലും ദേശീയ ആസൂത്രണ സമിതിയിലും അംഗമായിരുന്ന ഏക വ്യക്തി. ഇനി നമ്മൾ പറഞ്ഞു ബോംബെ പ്ലാന്റെ ഔദ്യോഗിക നാമം എന്ന് പറഞ്ഞ എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ. അടുത്തത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ.
അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ. ഇനി ജനകീയ പദ്ധതി നിലവിൽ വന്നത് 1945 ജനകീയ പദ്ധതി നിലവിൽ വന്നത്. 1945 ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇത് ആവിഷ്കരിച്ചത് ആരാണ്? സാമൂഹ്യ പ്രവർത്തനായ MN റോയ് ആണ് ഈ ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് MN റോയ് ആണ്. സാമൂഹ്യ പ്രവർത്തകനായ MN റോയ് ആണ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ച് നിലവിൽ വന്നതെങ്കിൽ ആ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് 1945 ഇനി അതുപോലെ തന്നെ അതിന് മറ്റൊരു പേരുണ്ട്. ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടുന്നു. എന്താണ്? റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടുന്നു. റാഡിക്കൽ പ്ലാൻ. അപ്പൊ ജനകീയ പദ്ധതിയുടെ മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഇനി ഇതിന് ഇവിടെയും നമ്മൾ ഈ പറയുന്ന പദ്ധതിയിലും പ്രഥമ പ്രാധാന്യം കൊടുത്തിരുന്നത് കൃഷിക്കാണ് ഇവിടെയും പ്രഥമ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നു. 1945 ആവിഷ്കരിക്കപ്പെട്ടത്. ആവിഷ്കരിച്ചത് വ്യക്തി സാമൂഹ്യ പ്രവർത്തന MN റോയ് ആണ്. ഇനി റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ജനകീയ പദ്ധതിയാണ്. ഇവിടെ കൃഷിക്കാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പ്രഥമ പരിഗണന കൊടുത്തിരുന്നത് കൃഷിക്കാണ്. ഇനി കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? ജനകീയ ആസൂത്രണം കേരളത്തിൽ നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? EK നായനാരുടെ കാലത്താണ് ജനകീയ ആസൂത്രണം കേരളത്തിൽ നിലവിൽ വന്നത്. അപ്പൊ ജനകീയ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. 1945 നിലവിൽ വന്നത്. പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് സാമൂഹ്യ പ്രവർത്തന MN റോയ് ആണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ അല്ലെങ്കിൽ പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നത് കൃഷിക്കായിരുന്നു. കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് EK നായനാരുടെ മുഖ്യമന്ത്രി EK നായരുടെ കാലഘട്ടത്തിലായിരുന്നു വന്നത് ജനകീയ ആസൂത്രണം കേരളത്തിൽ നിലവിൽ വന്നത്. ഇനി അടുത്ത പ്ലാനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് സർവോദയ പ്ലാൻ. എന്താണ് സർവോദയ പ്ലാൻ? സർവോദയ പ്ലാൻ നിലവിൽ വന്നത് എന്നാണ്? 1950 സർവോദയ പ്ലാൻ നിലവിൽ വന്നത്. സർവോദയ പ്ലാൻ നിലവിൽ വന്നത് 1950 ഇനി സർവോദയ പ്ലാനിന് സർവോദയ പ്ലാനിനെ ആവിഷ്കരിച്ച ആരാന്ന് വെച്ചാൽ ജയപ്രകാശ് നാരായണാണ് സർവോദയ പ്ലാൻ ആവിഷ്കരിച്ചത്. ജയപ്രകാശ് നാരായണാണ് സർവോദയ പ്ലാൻ ആവിഷ്കരിച്ചത്. സർവോദയ പ്ലാൻ നിലവിൽ വന്ന 1950 ജയപ്രകാശ് നാരായണാണ് സർവോദയ പ്ലാൻ ആവിഷ്കരിച്ചത്. ഇവിടെയും ഗാന്ധിയൻ ആദർശങ്ങളും അതോടൊപ്പം അതായത് ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും വിനോബ ഭാവയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും ഗാന്ധിയൻ പ്ലാനിൽ നിന്നും അതുപോലെ വിനോബ ഭാവയുടെ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്ലാൻ അല്ലെങ്കിൽ സർവോദയ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്ലാനുകളെ കുറിച്ച് പഠിച്ചത്. അപ്പൊ പ്ലാനുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബോംബെ പ്ലാൻ പഠിച്ചു, ഗാന്ധിയൻ പ്ലാൻ പഠിച്ചു അല്ലെ, പീപ്പിൾസ് പ്ലാൻ, പിന്നെ പഠിച്ചത് സർവോദയ പ്ലാൻ ആണ്. അതുപോലെ തന്നെ അതിൽ ആദ്യം പഠിച്ചത് ഗാന്ധിയൻ പ്ലാൻ ആണ്. 1944 ഗാന്ധിയൻ പ്ലാൻ, 1944 തന്നെയാണ് ബോംബെ പ്ലാൻ, 1945 പീപ്പിൾസ് പ്ലാൻ, അതുപോലെ 1950 ഈ പറഞ്ഞ സർവോദയ പ്ലാൻ. ഇത്രയും പ്ലാനുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആസൂത്രണ കമ്മീഷൻ എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ ഇപ്പൊ ഇനി മനസ്സിലാക്കുന്നത് അല്ലെ. ആസൂത്രണ കമ്മീഷൻ നമ്മൾ പറഞ്ഞ 1938 അയൻസിലെ ഹരിപുര സെഷനിൽ വെച്ചാണ് അതായത് ഒരു ആസൂത്രണ കമ്മിറ്റി അല്ലെ, ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ അധ്യക്ഷനാണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പറഞ്ഞു. ഇനി ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് അതിനുശേഷം 1946 ഇടക്കാല ഗവൺമെന്റ് വന്നു. ആ ഇടക്കാല ഗവൺമെന്റ് സമയത്താണ് ആസൂത്രണ സമിതിയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത്. അത് 1946 അതിന്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ KC നിയോഗിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം ആവിഷ്കരിച്ചു. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമേ വ്യാവസായിക നയം ആവിഷ്കരിച്ചത് 1948 1948 വ്യാവസായിക നയം ആവിഷ്കരിച്ചു. 1948 വ്യാവസായിക നയം ഇന്ത്യയിൽ ആവിഷ്കരിക്കുന്നു. ഇന്ത്യ സ്വതന്ത്രമായി. അപ്പൊ അവിടെ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു വ്യാവസായിക നയം ആവിഷ്കരിക്കുന്നു. 1950 മാർച്ച് 15 ആയപ്പോൾ കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ദേശീയ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. ദേശീയ ആസൂത്രണ കമ്മീഷൻ എങ്ങനെ രൂപം കൊണ്ടത്?
1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊടുത്തത്. ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊടുത്തത് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി. എന്നാണ് 1950 മാർച്ച് 15. അങ്ങനെ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊടുത്തു. ഇനി ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊടുക്കുന്നത് അതൊരു പ്രമേയത്തിലൂടെയാണെന്ന് പറഞ്ഞു അല്ലെ. എന്തിനൊക്കെയാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊടുത്തത്? അതായത് സാമ്പത്തിക വളർച്ച, ആധുനികീകരണം, സ്വാശ്രയത്വം, തുല്യത എന്നീ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനാണ് 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. അപ്പം എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികീകരണം, സ്വാശ്രയത്വം, തുല്യത. എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, എന്താണ്? ആധുനീകരണം, സാമ്പത്തിക വളർച്ച, ആധുനീകരണം, സ്വാശ്രയത്വം, തുല്യത. സാമ്പത്തിക വളർച്ച, ആധുനീകരണം, സ്വാശ്രയത്വം, തുല്യത. ഈ പറയുന്ന ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിവയുടെ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കാനാണ് കേന്ദ്ര മന്ത്രിസഭ 1950 മാർച്ച് 15 ഒരു പ്രമേയത്തിലൂടെ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു ആസൂത്രണ കമ്മീഷൻ ഒരു പ്രമേയത്തിലൂടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആ പ്രമേയത്തിലൂടെ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതിന് കാരണം എന്താണ്? ഈ പറയുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്, പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ സാമ്പത്തിക വളർച്ച, ആധുനികീകരണം, സ്വാശ്രയത്വം, തുല്യത എന്നീ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ രൂപീകരിക്കുന്നത്. അതാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ എങ്ങനെ നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1950 മാർച്ച് 15 നിലവിൽ വന്നത്. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലനിൽക്കാൻ പ്രധാന കാരണം കേന്ദ്ര മന്ത്രിസഭയിൽ പ്രമേയം പാസ്സാക്കുന്നതാണ്. അപ്പൊ ആ പ്രമേയം പാസ്സാക്കുന്ന എന്തിനാണ്? ഈ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? സാമ്പത്തിക വളർച്ച, ആധുനീകരണം, സ്വാശ്രയത്വം, സാമ്പത്തിക വളർച്ച, ആധുനീകരണം, സ്വാശ്രയത്വം, അതുപോലെ തുല്യത എന്നീ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്, എന്നീ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. അതായത് ഒരു പാർലമെന്റില് നിയമം പാസ്സാക്കി രൂപീകരിച്ചൊരു ബോഡിയും അല്ല ഈ ആസൂത്രണ കമ്മീഷൻ. അപ്പൊ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, അതുപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. ഇനി ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ മോഡൽ ഇന്ത്യ കടം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ മോഡൽ അല്ലെങ്കിൽ മാതൃക ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്, USSR നിന്നാണ് ആസൂത്രണ കമ്മീഷന്റെ മാതൃക ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ നമ്മൾ പറഞ്ഞു ആസൂത്രണ കമ്മീഷൻ എന്താണ് ഈ വികസനമൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കിയെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ തയ്യാറാക്കുന്നത്. നേരത്തെ പറഞ്ഞു പദ്ധതികൾ തയ്യാറാക്കുന്ന സാമ്പത്തിക വളർച്ച, അതുപോലെ തുല്യത, സ്വാശ്രയത്വം, ആധുനീകരണം എന്നീ ലക്ഷ്യങ്ങളുടെ ഫലപ്രാപ്തിയിൽ എത്തിയതിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ആസൂത്രണ കമ്മീഷന്റെ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഏതിനേക്ക് അനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ വരുത്തുന്നത്? ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ദേശീയ ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പദ്ധതികൾ ദേശീയ ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കുന്നത്. അങ്ങനെ ദേശീയ ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ഈ പദ്ധതികളെ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നു. ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ ദേശീയ ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ രൂപീകരിക്കുന്നു, അവയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയവും ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് റഷ്യ. അപ്പൊ റഷ്യയില് ഈ പറയുന്ന പദ്ധതികളൊക്കെ കൊണ്ടുവന്ന ആദ്യ വ്യക്തി ജോസഫ് സ്റ്റാലിനാണ്. 1928 ജോസഫ് സ്റ്റാലിനാണ് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ റഷ്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ജോസഫ് സ്റ്റാലിൻ. അപ്പൊ റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരുടെ നേതൃത്വത്തിൽ? ജോസഫ് സ്റ്റാലിൻ 1928 റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. ആ റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ദേശീയ ആസൂത്രണ
കമ്മീഷന്റെ മാതൃകയും അതുപോലെ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് USSR റഷ്യയിൽ നിന്നാണ്. എന്നിട്ട് നമ്മളുടെ ജനാധിപത്യത്തിന് മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ച് പദ്ധതികളൊക്കെ തയ്യാറാക്കി. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ ഈ പദ്ധതികളൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പം ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിക്കുന്ന എന്തിനാണ്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എന്തിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക എന്നത് ആണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതി വന്നിരിക്കുന്നത് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ആ മേഖലയ്ക്ക് 5 വർഷം കൊണ്ട് എത്ര പുരോഗതിയിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതി കൊണ്ട് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം മനസ്സിലാക്കി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് നിലവിൽ വന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി പഠിക്കാൻ പോകുന്നത് ആസൂത്രണ കമ്മീഷന്റെ ഘടന എങ്ങനെ. ആസൂത്രണ കമ്മീഷന്റെ ഘടനയാണ് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആസൂത്രണ കമ്മീഷൻ എങ്ങനെ നിലവിൽ വന്നു? ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നു അല്ലെ? കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടാണ് ആസൂത്രണ കമ്മീഷനൊക്കെ രൂപീകരിക്കുന്നത്. 1950 മാർച്ച് 15 രൂപീകരിക്കുന്നു പറഞ്ഞു. അപ്പൊ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയം പാസ്സാക്കുന്നതിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപം നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്, പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി. ഇനി പഠിക്കാൻ പോകുന്ന ആസൂത്രണ കമ്മീഷന്റെ ഘടനയെ കുറിച്ചാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ ഒരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ആസൂത്രണ കമ്മീഷന്റെ ഘടന. ആസൂത്രണ കമ്മീഷന്റെ ഘടന എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കും അല്ലെ? ആ ഘടനയിൽ ആദ്യം വരുന്ന ഏറ്റവും ടോപ്പ് പോസ്റ്റ് വരുന്ന അതിന്റെ അധ്യക്ഷനായിരിക്കും. അപ്പൊ പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി അധ്യക്ഷൻ മാത്രം മതി, ഒരു ഉപാധ്യക്ഷനും വേണം. അപ്പൊ അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് ആസൂത്രണ കമ്മീഷൻ. അപ്പൊ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു അധ്യക്ഷൻ കാണും, ഒരു ഉപാധ്യക്ഷൻ കാണും, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയോഗിക്കുന്ന അംഗങ്ങൾ. ഇത്രയും പേര് ചേർന്നതാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷനിലെ അംഗങ്ങൾ. അപ്പൊ ആസൂത്രണ കമ്മീഷൻ ആർക്ക് വരുന്നു? അധ്യക്ഷൻ, അതിൽ പ്രധാനമന്ത്രി ആയിരിക്കും, പിന്നെ ഉപാധ്യക്ഷൻ, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയിലെ കമ്മീഷൻ അംഗങ്ങൾ, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷനിലെ അംഗങ്ങൾ. ഇനി ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനം എന്ന് പറയുന്നത് യോജനാ ഭവനാണ്. എവിടെയാണ് ആസ്ഥാനം? യോജനാ ഭവൻ. ഈ ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് യോജനാ ഭവനിലാണ്. ഇനി നമ്മൾ പറഞ്ഞ അധ്യക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് നരേന്ദ്രമോദിയാണ്. കാരണം ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ നിലവിലുണ്ടോ? ഇല്ല, ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ നിലവില്ല. പകരം നമുക്ക് ഉള്ളത് എന്താണ്? നീതി ആയോഗാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അവസാന അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആദ്യ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു, അവസാന അധ്യക്ഷൻ നരേന്ദ്രമോദിയുമാണ്. കാരണം ആസൂത്രണ കമ്മീഷൻ 2014 ഓഗസ്റ്റ് 17 ആയപ്പോഴേക്കും അതെന്ത് ചെയ്തു? അതവര് ആ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കി. ഇപ്പൊ 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയത് 2014 ഓഗസ്റ്റ് 17 അപ്പൊ അത് പിരിച്ചുവിട്ടു. കമ്മീഷൻ എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. 2015 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് അവസാനത്തെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് നരേന്ദ്രമോദിയാണ്. ഇനി ആസൂത്രണ കമ്മീഷന് പ്രധാനപ്പെട്ട 2 വിശേഷണമുണ്ട്. സമാന്തര ക്യാബിനറ്റ് എന്നും ദേശീയ വികസനത്തിന്റെ ആണിക്കൽ എന്നും അറിയപ്പെടുന്ന ആസൂത്രണ കമ്മീഷൻ. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസന ആണിക്കൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ യോജനാ ഭവനാണ്. ഇനി ആസൂത്രണ കമ്മീഷന്റെ ഘടന പറയുകയാണെങ്കിൽ അതിന് അധ്യക്ഷനുണ്ടായ ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് അല്ലെങ്കിൽ ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ. ഇനി അതുപോലെ തന്നെ
ആസൂത്രണ കമ്മീഷൻ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. ആദ്യത്തെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അവസാനത്തെ അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി. കാരണം 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. പിന്നെ ആസൂത്രണ കമ്മീഷന്റെ വിശേഷങ്ങൾ എന്താണ്? സമാന്തര ക്യാബിനറ്റ് എന്നും അതുപോലെ ദേശീയ വികസനത്തിന്റെ ആണിക്കൽ എന്നും അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇനി നമ്മൾ പറഞ്ഞു ആദ്യ അധ്യക്ഷൻ പറഞ്ഞു, അതുപോലെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരി ലാൽ നന്ദ. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരി ലാൽ നന്ദ. ഇനി ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയും അവസാന ഉപാധ്യക്ഷൻ അറിയപ്പെടുന്നത് മോണ്ടേക് സിംഗ് ആലുവാലിയയുമാണ്. ആരാണ് അവസാന ഉപാധ്യക്ഷൻ? ആരായിരുന്നു? മോണ്ടേക് സിംഗ് ആലുവാലിയ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയും അവസാന അധ്യക്ഷൻ മോണ്ടേക് സിംഗ് ആലുവാലിയയും ആയിരുന്നു. ഇനി ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ, ദേശീയ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നാണ് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമേ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് 2001 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് 2001. 2001 തയ്യാറാക്കുന്നത്. അപ്പൊ ദേശീയ ആസൂത്രണ കമ്മീഷന് നമ്മളെ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞു. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കൽ എന്ന് പറഞ്ഞു. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന 2001 പറഞ്ഞു. ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റുവും അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയുമാണ്. പിന്നെ ആസൂത്രണ കമ്മീഷൻ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയും അവസാനത്തെ ഉപാധ്യക്ഷൻ മോണ്ടേക് സിംഗ് ആലുവാലിയയുമാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ എല്ലാ പോയിന്റ്സും എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പം നമ്മൾ പറഞ്ഞ LGS ലെവൽ എന്നല്ല, LDC എന്നല്ല, ഡിഗ്രി ലെവലായിട്ട് ഏത് എക്സാമിനും ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ ദിവസവും ഈ പോയിന്റ്സുകൾ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഇത് പല കാര്യങ്ങളും മറന്നു പോകുന്നതാണ്. അപ്പൊ ഈ വർഷവും പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ റിമൈനിങ് പോർഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയില് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഡേ 6 പ്രൊവൈഡ് ചെയ്ത കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പഠിത്തം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എക്സാമുകളൊക്കെ വളരെ അടുത്ത് തന്നെ വരുന്നുണ്ട്. കിട്ടുന്ന മാക്സിമം സോഴ്സുകൾ ഉപയോഗിച്ച് നോട്ട്സ് കളക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. പിന്നെ പണ്ടത്തെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചാൽ പറ്റൂല. നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ കണ്ടന്റ് കവർ ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾ കണ്ടന്റ് കവർ ചെയ്യുന്നതനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പോകണം. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല, ഏത് രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് എത്തണം. അങ്ങനെ എത്തിയാൽ നമുക്ക് തീർച്ചയായും ഒരു ജോലി ലഭിക്കുന്നതാണ്. അപ്പം ഓരോ എക്സാമുകൾ എഴുതുമ്പോഴും നമ്മൾ ഓരോ ജോലിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നന്നായി വർക്ക് ചെയ്യണം. ഇപ്പൊ എല്ലാവർക്കും പിന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഓരോ ദിവസവും കിട്ടുന്ന ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തി എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോവുക. ഇപ്പൊ ഏത് നോട്ടും നമുക്ക് എത്ര ഫാക്ട്സ് എവിടെ നിന്നൊക്കെ കിട്ടാമോ അതിനെല്ലാം കളക്ട് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു ആ സോഴ്സിൽ നിന്നൊക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു നോട്ട് തയ്യാറാക്കി വെച്ച് പഠിക്കണം. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പുകൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയും കുറെ ഫാക്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. Till then, bye from me. Thank you.